മജീദിന്റെ വീട്ടിൽ നിന്ന് കൊടുന്ന ബിരിയാണി ബാക്കിയുണ്ടോ? ആ, ഫ്രിഡ്ജിൽ കുറച്ച് ഇരിക്കുന്നുണ്ട്. ആ, എന്നാ രാവിലെ എനിക്കത് മതി. നീ രാവിലെ തന്നെ ബിരിയാണി കഴിക്കണ്ട. നീ ഇന്നലെ രാത്രി കുറെ കഴിച്ചതല്ലേ. എന്നാൽ എനിക്കത് മതി അമ്മേ. ഓ, എന്നാ നീ അടുക്കളയിൽ പോയി എടുത്ത് കഴിച്ചോ. അല്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് തരുന്ന എനിക്കറിയാം. ആ, മതി സോപ്പിട്ടത്, വേഗം പോയി കഴിച്ചോ. എടാ ഇക്രു, നിന്നോട് കഴിക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ എന്തിനാ അത് ഫുള്ള് കഴിച്ചത്? അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അമ്മ അതിന്. അപ്പൊ ഇവർ രാവിലെ ബിരിയാണിയാണോ കഴിച്ചത്? ആ, ബിരിയാണി തന്നെ. അവൻ കരഞ്ഞോണ്ട് കൊടുത്തതാ. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. അതാകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കും വേണം ബിരിയാണി. അതിന് ബിരിയാണി തീർന്നില്ലേ? അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി കിട്ടണം. ഇവർക്ക് കൊടുത്താൽ എനിക്കും വേണം ബിരിയാണി. നീ രാവിലെ കഴിച്ചില്ലേ? ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. നേരത്തെ എണീക്കണായിരുന്നു, അതുകൊണ്ടല്ലേ ബിരിയാണി കിട്ടാത്തത്. വല്ലപ്പോഴും രാവിലെ എണീച്ചത് അവന്റെ ജാട. എന്തായാലും എന്തെന്നാ രാവിലെ എണീച്ചില്ലേ, അത് മതി. നിർത്ത് രണ്ടും തല്ല്. അമ്മ ഇവനിക്ക് കൊടുക്കാതെ ഞങ്ങൾക്ക് ബിരിയാണി മേടിച്ചു തരണം. അതിന് അവൻ സമ്മതിക്കില്ലല്ലോ. അതിന് അവന്റെ സമ്മതം ആര് ചോദിച്ചു? എനിക്കും ബിരിയാണി വേണം. പിന്നെ ബിരിയാണി ഒന്നും തരാൻ പറ്റൂല. അതിന് നിന്റെതല്ലല്ലോ ബിരിയാണി. അമ്മ ഞങ്ങൾക്ക് ഒറ്റക്കാ ബിരിയാണി മേടിച്ചു തരുന്നത്. അതുകൊണ്ട് നീ കഴിക്കരുത്. ഞാൻ കഴിക്കും. രണ്ടൊന്ന് നിർത്ത്, ബസ് വരുന്നുണ്ട്. ബസ് വരുന്നോണ്ട് ഞാൻ ക്ഷമിക്കണു, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്ന എനിക്കെന്നെ അറിയില്ല. ഓ, നല്ല വയറുവേദന ഉണ്ടല്ലോ. ബിരിയാണി പണി തന്നു തോന്നണത്. ടീച്ചറെ, ഇവിടെ ഭയങ്കര ഒരു നാറ്റം. അയ്യോ, അവൻ കേട്ട്. എന്താ മജീദ കാര്യം? ടീച്ചറെ, ഇവിടെ ഭയങ്കര നാറ്റം. ആ ടീച്ചറെ, അപ്പിട്ട മണം. ആ ശരിയല്ലോ, എന്ത് നാറ്റാണ് ഇവിടെ? ടീച്ചറെ, ഈ ക്ലാസ്സിൽ ആരാ അപ്പിട്ടത് തോന്നണത്? സത്യം പറ, ആരാ ക്ലാസ്സിൽ അപ്പിട്ടത്? ടീച്ചറെ, ഇക്രുവിന്റെ അടുത്തുനിന്ന് നാറ്റം വരുന്നത്. എന്താ ഇക്രു, നീയാണോ ക്ലാസ്സിൽ അപ്പിട്ടത്? അല്ല ടീച്ചർ. ഇക്രു, നീ ഒന്ന് മാറിക്കോ, ഞാൻ ഒന്ന് നോക്കട്ടെ. അത് പിന്നെ അല്ല ടീച്ചർ, ഞാൻ എഴുന്നേക്കണോ? എഴുന്നേറ്റ് ഇക്രു. ശരി ടീച്ചർ. എന്താ ഇക്രു, നിനക്ക് ബാത്റൂമിൽ പോണെങ്കിൽ പറഞ്ഞാ പോരെ? സോറി ടീച്ചർ, എനിക്ക് കൺട്രോൾ കിട്ടില്ല ടീച്ചർ. എന്നാ നീ വേഗം ബാത്റൂമിക്ക് ചെല്ല്. അയ്യേ, എല്ലാരും വാ, ഇക്കു ക്ലാസ്സിൽ അപ്പിട്ടേ. സൈലൻസ്. ആരും ഇക്രുവിനെ കളിയാക്കരുത്. അവനൊരു അബദ്ധം പറ്റിയതല്ലേ, ഇനി ഇത് ആവർത്തിക്കരുത്. ഇക്രു, നീ വേഗം പോയി വൃത്തിയാക്കിയിട്ട് വാ. ശരി ടീച്ചർ.